മുഹമ്മദ് അമീർ, ഇവിടെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരേ സ്വഭാവത്തിൽ ചർച്ച പോകുന്നത് കൊണ്ട് അർത്ഥമില്ല എന്ന് കരുതിയിട്ടാണ്. എല്ലാ മാനേജ്മെൻറ്റുകൾക്കും അവരുടേതായ ചില പോളിസികളൊക്കെ ഉണ്ട്. ഇപ്പോൾ മുസ്ലിം മതസ്ഥാപനങ്ങൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവരുടെ ചിട്ടാവട്ടങ്ങൾക്കപ്പുറത്തേക്ക് പോകാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ സൂചിപ്പിച്ചതുപോലെ മറ്റൊരു മതത്തിൽപ്പെട്ട ആൾ പറയുന്നു, എൻ്റെ മക്കൾക്ക് ചില സമയങ്ങളിൽ എനിക്ക് ഈ സീസണിൽ ഈ വസ്ത്രധാരണം വേണം. ക്രിസ്ത്യൻ സഭയിൽപ്പെട്ടവർ പറയുന്നു, ഞങ്ങൾ അമ്പുനോമ്പ് നോക്കുന്ന സമയമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ചില ചിട്ടാവട്ടങ്ങളുണ്ട്, അതനുസരിച്ച് പ്രാർത്ഥനകൾ നടത്തേണ്ടതുണ്ട്, അതനുസരിച്ച് പള്ളിയിൽ പോകേണ്ടതുണ്ട്, മറ്റു ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടതുണ്ട്. ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവർ പറയുന്നു, ശബരിമല സീസണിൽ ഞങ്ങൾ കറുപ്പെടുത്തേ നടക്കൂ. ഇതൊക്കെ ഒരു മുസ്ലിം മാനേജ്മെൻറ്റിന് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുമോ? അപ്പോൾ മാനേജ്മെൻറ്റുകളോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളോ നടത്തുന്നവർക്കും അവകാശങ്ങളില്ലേ എന്നത് മാത്രമാണ് ചോദ്യം. മുസ്ലിം ഇപ്പൊ ഈ പറഞ്ഞ അഭിലാഷ് പറഞ്ഞ സംഗതികളെല്ലാം മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളിൽ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിലൊന്നും ഒരു പ്രശ്നമില്ലല്ലോ. അവിടെ ശബരിമല സീസൺ ആയാലും വസ്ത്രം ധരിച്ചു വരുന്ന കുട്ടികൾ എത്രയുണ്ട്, അവരൊക്കെ എത്ര സത്യത്തോടെയാണ് കഴിയണത്. മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളിൽ ഈ വസ്ത്രധാരണ അനുവദിക്കുന്നുണ്ട്. അതിൽ മറ്റ് മതസ്ഥരുടെ റിലീജിയസ് പ്രാക്ടീസും കൊണ്ട് വരുന്ന എത്ര കുട്ടികളുണ്ട്, അതിനൊന്നും ഒരു പ്രശ്നം ഇന്നേവരെ പറഞ്ഞിട്ടില്ലല്ലോ. അഭിലാഷ് മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളിലൊന്ന് വന്ന് നോക്ക്, അവിടെ ശബരിമല സീസണിലൊന്ന് വന്ന് നോക്ക്, മലപ്പുറത്ത് എത്ര സ്കൂളുകളിലൊന്ന് വന്ന് നോക്ക്, അവിടെ എത്ര കുട്ടികൾ കറുത്ത വസ്ത്രം ധരിച്ചു വരും. അവിടെ ആരും ഇതേവരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതൊരു ഈ മുജീബ് റഹ്മാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിന്റെ ഒരു മതേതര ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഒരു മാനേജ്മെന്റ് സ്കൂൾ ഇത്തരത്തിൽ കാർക്കശം പഠിക്കുമ്പോ, ഒരു മതചിഹ്നത്തോട് ഇത്ര അസഹിഷ്ണുത പുലർത്തുമ്പോ, നിങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇത് പറയുമ്പോൾ, ഇവിടെ ഒരുപാട് സാമുദായിക സ്കൂളുകളുണ്ട്, വിദ്യാലയങ്ങളുണ്ട്. അവരൊക്കെ ഈ രൂപത്തിൽ പ്രതികരിച്ചാൽ നമ്മളുടെ ഒരു മതേതര ഫാബ്രിക്കിന്റെ, ഒരു സെക്യുലർ ഫാബ്രിക്കിന്റെ അവസ്ഥ എന്താകുമെന്ന് അഭിലാഷം ചിന്തിച്ചു നോക്കിയത്. എന്നിട്ട് അവിടെ നിന്നുകാണ്ട് ഈ ഒരു കാർക്കശ്യത്തോടു കൂടി ഒരു 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടിനെ ആ സ്കൂളിൽ നിന്ന് TC പോകുന്ന തരത്തിലേക്ക് നമ്മൾ പ്രതികരിക്കുമ്പോൾ ആരാണ് അതിന് മറുപടി പറയുക? ഈ 2 പേര്, അവിടുത്തെ പ്രിൻസിപ്പളും PTA പ്രസിഡന്റും ഉണ്ടാക്കിയ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിലെ ഈ പോളറൈസേഷൻ, അതിന്റെ ഒരു വിടവ് എത്രത്തോളാണെന്ന് അഭിലാഷന് മനസ്സിലാവുക. അത് തീർക്കാൻ ഇവരെ 2 പേരെ കൊണ്ട് സാധിക്കുമോ? അവിടെ വളർന്നു വരുന്ന കുട്ടികളുടെ മനസ്സിൽ ഹിജാബ് എന്നുള്ള ഒരു റിലീജിയസ് പ്രാക്ടീസിനോട്, ഒരു ഐഡന്റിറ്റിയോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്തായി മാറും? അതൊരു പ്രശ്നമുള്ള സാധനമാണ്. താങ്കൾ പറഞ്ഞ വിഷയം പ്രസക്തമായതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. എനിക്കുണ്ടാകുന്ന സംശയം എന്നത്, അവിടെ സ്വാഭാവികമായും ഇത് നേരത്തെ മുതൽ പ്രാക്ടീസ് ചെയ്യപ്പെട്ട ഒന്ന് വിലക്കിയാൽ സ്വാഭാവികമാണ്, അതിലൊരു അസ്വാഭാവികതയുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇതുവരെ അവിടെ നിന്ന് ലഭിച്ച ഇൻപുട്ടുകൾ അനുസരിച്ച് ഈ സ്കൂളിൽ ഒരിക്കലും ഇത് അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ പുതുതായി നടപ്പിലാക്കിയ ഒന്നല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കുട്ടിയുടെ, നിങ്ങൾ ആ ഉപ്പാന്റെ പ്രതികരണം ശരിക്കും നോക്കിയാൽ മനസ്സിലാവും. 3 പ്രാവശ്യം അദ്ദേഹത്തിന്റെ ഭാര്യ ഈ വിഷയം സംസാരിക്കാൻ സ്കൂളിൽ പോയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഈ ആർട്സ് ഫെസ്റ്റിന്റെ അന്ന് അവര് ഈ ഹിജാബ് ധരിച്ചിരുന്ന സമയത്ത് ഒരു അധ്യാപിക വന്നിട്ട് കുറച്ച് മോശമായി പെരുമാറിയപ്പോൾ അത് വലിയ മാനസികമായി പ്രയാസം ഉണ്ടാക്കിയപ്പോഴാണ് ഈ പിതാവ് സ്കൂളിൽ പോയി സംസാരിക്കുന്നത്. ആ സമയത്താണ് അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. ശരി, പറയൂ. ആ സമയത്ത് തന്നെ ഈ അധ്യാപികക്ക്, ഈ പ്രിൻസിപ്പളിനും അതൊരു രമ്യമായി പരിഹരിക്കാവുന്ന ഒരു കേസായി. ഒരു കുട്ടിയുടെ ഒരു റിലീസ് ഐഡന്റിറ്റിയെ, അതൊന്നും ഇവക്കുള്ള ഒരു ഇൻക്ലൂസിവിറ്റി നിങ്ങൾ നോക്കി. ഞാൻ നേരത്തെ പറഞ്ഞു, അവരുടെ വെബ്സൈറ്റിൽ എഴുതി വെച്ച ഒരു സാധനം ഉണ്ട്, ലീവ് ഇൻ ഹാർമണി വിത്ത് അതർ ഇൻഡിവിജ്വൽസ്. മറ്റുള്ള വ്യക്തികളുമായിട്ടുള്ള ഒരു സഹവർത്തിത്വം, ഒരു ഹാർമണിയോട് ജീവിക്കുന്ന, അതേപോലെ എംപത്തറ്റിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരോടുള്ള സഹാനുഭൂതി. ഇതിൽ ഈ എഴുതി വെച്ചതിൽ ഏതെങ്കിലും ഒരു ഫീലിംഗ് ആ പ്രിൻസിപ്പളിന് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഒരേ ഒരു കുട്ടി തട്ടമിട്ട് വന്നതിന്റെ പേരിൽ ആ കുട്ടിയോട് പുലർത്തുന്ന ഒരു അസഹിഷ്ണുതയാണ് ഇത്രമേൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയത് എന്ന് തന്നെയാണ് ആവർത്തിക്കുന്നത്. അപ്പോൾ ഈ സൂചിപ്പിക്കുന്നത് പോലെ, ഇപ്പോൾ ക്രിസ്തുവിന്റെ വാചകമെടുത്ത് കടമെടുത്ത് പറഞ്ഞാൽ പോലും 70 തവണ ക്ഷമിക്കണമെന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിൽ, ആ കുട്ടിക്ക് അത്തരം ഒരു അവസരം ലഭിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് പ്രസക്തി ഉണ്ടാകുമായിരുന്നില്ല എന്നാണ്.
തീർച്ചയായിട്ടും ആ കുട്ടിക്ക് ഹിജാബ് ധരിച്ച് വരായിരുന്നെങ്കിൽ അവിടെ യാതൊരു പ്രശ്നമില്ല. ഇപ്പോഴും ആ കുട്ടിയുടെ പിതാവ് പറയുന്നത് എന്താണ്, ആ സ്കൂളിന്റെ റൂൾ അനുസരിച്ച് തന്നെ ഞങ്ങൾ നിൽക്കുള്ളൂ, അവിടെ ഹിജാബ് ധരിച്ച് പോകാൻ കഴിയൂല എന്ന് തന്നെയാണ് അവർ ശാഠ്യം പിടിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ടി സി വാങ്ങി മറ്റൊരു സ്കൂളിൽ പോകും. പിതാവിന്റെ ലൈന് വളരെ കറക്റ്റ്. ശരി, ശ്രീ പി പി ജോസഫ്, ഞാൻ താങ്കളോടാണ് ചോദിച്ചത്. സമയപരിമിതി ഉണ്ട്, അതുകൊണ്ടാണ്. അതായത് ആ കുട്ടിയോട് ഈ പറയുന്നത് പോലെ, അതായത് ഈ കന്യാസ്ത്രീകൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമുക്കറിയാമല്ലോ, അവർ സമൂഹത്തിന് മാതൃകയാകേണ്ടതാണ്. മറ്റുള്ള മതങ്ങളോടടക്കം അവരെ ചേർത്ത് നിർത്തുകയും അവരോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും അവരുടെ ആ മതത്തോട് ഒരല്പം സഹിഷ്ണുത പുലർത്തിയിരുന്നുവെങ്കിൽ ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായും അത് ഒരു പ്രസക്തമായ ചോദ്യമാണ്. അവിടെ 2-3 കാര്യങ്ങളാണ് ഇവിടെ ഉത്തരവുള്ളത്. ഒന്ന്, ഈ കുട്ടി ഈ വർഷം ആദ്യം മാത്രമാണ് അവിടെ വന്ന് ചേർന്നത്. അത് മനസ്സിലാക്കണം. ഈ കുട്ടി 8ാം ക്ലാസ്സിൽ വന്ന് ചേരുന്ന സമയത്ത് തന്നെ, ഇതിനു മുമ്പോടെ പഠിച്ച കുട്ടിയല്ല, പഠിച്ചു വന്ന് ചേരുമ്പം തന്നെ ഇതാണ് ഇവിടുത്തെ യൂണിഫോം എന്നും എല്ലാം പറഞ്ഞ് ഈ ഒരു ഒക്ടോബർ മാസം വരെ അത് പിന്നെ അതിന് യാതൊരു പ്രശ്നവുമില്ലായിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അത് വരുന്നു. ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പം അടുത്ത ഒരു വേറെ ഡിമാൻഡാണ് അടുത്ത പ്രാവശ്യം അത് പറയുന്നതെങ്കിൽ അത് കേൾക്കാൻ ആ മാനേജ്മെന്റ് സാധിക്കുമോ? അവിടെ പഠിക്കുന്ന ബാക്കി 50ഓളം പിന്നെ ഇതേ സെയിം സമുദായത്തിൽപ്പെട്ട കുട്ടികളുണ്ട്. അവർക്ക് അവര് അതിനോട് യോജിക്കുകയും അതിലൊരു കുട്ടി മാത്രം അതിനോട് വിയോജിക്കുകയും ചെയ്യുമ്പോൾ 50 കുട്ടികളും സ്വാഭാവികമായും ഞങ്ങൾക്കും അത് വേണമെന്ന് ആവശ്യപ്പെടാവുന്നതല്ലേ ഉള്ളൂ. രണ്ടാമതായിട്ട് ചിന്തിക്കേണ്ട കാര്യം, ഈ പറയുന്ന സ്റ്റുഡന്റ് കാഡറ്റ് പോലീസ് കേരള സംസ്ഥാനത്തുണ്ട്. കേരള ഗവൺമെന്റ് ഇറക്കിയിട്ടുണ്ട്. അവിടെ മതപരമായ ഒരു കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഈ പറയുന്ന ഒന്നും തന്നെ ഉപയോഗിച്ചുകൊണ്ട് ആ സ്റ്റുഡന്റ് കാഡറ്റ് പോലീസിൽ പോകാൻ പറ്റിയെന്ന് പറയുന്നു. അവിടെ ആരെങ്കിലും നിർബന്ധം പിടിക്കുന്നുണ്ടോ? പിടിക്കുന്നില്ലല്ലോ. അപ്പൊ എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ എന്ന് പറയുന്നത് സിസ്റ്റേഴ്സിന്റെ ജീവിതകാലം മുഴുവനുള്ള യൂണിഫോമാണ്. അവർ സിസ്റ്റർ ആണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയുള്ള യൂണിഫോമാണ് അവർ ആ വേഷം ധരിക്കുന്നത്. അവർക്ക് സാരി ഒന്നും കൊടുക്കാൻ സാധിക്കത്തില്ല. അവർക്ക് ആ സിസ്റ്ററാന്ന് കാണിക്കാനുള്ള യൂണിഫോമാണ്. അവർ എന്ന് വ്രതമെടുക്കുന്നു അന്ന് തൊട്ട് അവർ ആ യൂണിഫോമേ അവർക്ക് ധരിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അതിനെ മറ്റ് രീതിയിൽ നമ്മുടെ മന്ത്രി അടക്കം വിമർശിക്കേണ്ട കാര്യമില്ല. അല്ലാതെ ഇവിടെ അവർ എന്ത് തെറ്റിയെന്നായി പറയുന്നത്? ഇത് ഇവിടുത്തെ ഈ സ്കൂളിന്റെ ഇതാണ് നിയമാവലിയാണിത്. ആ നിയമാവലി അനുസരിച്ച് മാത്രമേ അവിടെ പഠിക്കാവുള്ളൂ എന്ന് പറയുന്നു. നിങ്ങൾക്കറിയാം, നമ്മളിപ്പോ എവിടെയായിട്ട് ലോകത്തിൽ എവിടെയാണെങ്കിലും ഒരു സംവിധാനത്ത് നിൽക്കുമ്പോൾ ആ സംവിധാനത്തിന്റെ യൂണിഫോം എന്താണോ, ആ സംവിധാനത്തിന്റെ നിയമാവലി എന്താണോ, അതനുസരിച്ച് അവിടെ പ്രവർത്തിക്കാനും പഠിക്കാനും സാധിക്കത്തുള്ളൂ. ഒരു പ്രായപൂർത്തിയായ ഒരു മുസ്ലിം സ്ത്രീയുടെ ജീവിതകാലം മുഴുവനുള്ള യൂണിഫോമാണ് ഒരു ഹിജാബ് എന്നുള്ളത്. അല്ല, ആയിക്കോട്ടെ, ഈ സ്കൂളിൽ ചേർന്നപ്പോഴേ അവർ പറഞ്ഞല്ലോ ഈ യൂണിഫോം ആണ്, നല്ല പറയാതെ ചേർത്തല്ലോ. അങ്ങനെ പറയാം. ഇതൊക്കെ ഞാൻ മുമ്പേ നിർമ്മല കോളേജിൽ ചെന്നപ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികൾ പറഞ്ഞു ഇവിടെ പൊതു പ്രാർത്ഥനാ സ്ഥലമുണ്ട്, അപ്പുറം ഉണ്ടെന്ന് പറഞ്ഞു. അവർ പറഞ്ഞാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ മുറി സംസ്കാരം ഇവിടെ തന്നെ വേണം. എന്നിട്ട് അവിടെ അവിടുത്തെ മത നേതൃത്വം ഇടപെട്ടിട്ട് എന്താ പറഞ്ഞത്? നമുക്കിവിടെ പ്രാർത്ഥിക്കാൻ പുറത്ത് മതി. അങ്ങനെ പക്വമായ മതേതരത്തിന് കോട്ടം സംഭവിക്കാത്ത നിലപാടേ മുസ്ലിം നേതൃത്വം എടുക്കുള്ളൂ. അല്ല, ഇവിടെയും പ്രശ്നം തീർന്നാണല്ലോ. ഇവിടുത്തെ പ്രശ്നം നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞു, നിങ്ങൾ അതിന് മുമ്പേ പറഞ്ഞു പല സ്കൂളിൽ പോയിരുന്നു. ഇത് ഈ വർഷമല്ലേ ഈ കുട്ടി ഇവിടെ വന്നത്? ഞാൻ നിഷേധിച്ച് പറഞ്ഞ കാര്യം അദ്ദേഹം പറഞ്ഞ ഒറ്റ കാര്യത്തിന് മറുപടി. ഒരു മിനിറ്റ് അഭിലാഷ്, എന്റെ ടേൺ ഇവിടെ സമയം തീരുന്നു. നേരത്തെ അദ്ദേഹം സംസാരിച്ചു നിലവിലുള്ള സ്കൂളിന്റെ ചിട്ടവട്ടങ്ങൾക്ക് സംസാരിച്ചപ്പോൾ എനിക്കെതിരെ വ്യക്തിപരമായിട്ട് ആരോപണങ്ങൾ തുടർച്ചയായിട്ട് മറ്റൊരാൾ സമയം എടുത്തു കഴിഞ്ഞാൽ പറ്റില്ല. ശ്രീ അനുരാജ് ഈ സൂചിപ്പിക്കുന്ന പോലെ അദ്ദേഹത്തിലേക്ക് കൂടി പോയിട്ട് വേണം അവസാനിപ്പിക്കാൻ. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് മുജീബ് റഹ്മാൻ വളരെ പെട്ടെന്ന് വ്യക്തിപരമായിട്ടുള്ള ഒരു ആരോപണം ഇവിടെ ഉന്നയിച്ചു. അത് സിൻഡിക്കേറ്റ് മെമ്പർ എങ്ങനെയാണോ വേണ്ടതെന്നുള്ളതാണ്. സിൻഡിക്കേറ്റ് മെമ്പർ തീരുമാനിക്കുന്ന ചാനൽ ചർച്ചയുടെ അടിസ്ഥാനത്തിലല്ല, അതിന് വേറെ രീതിയുണ്ട്. ആ രീതി ചെയ്യുന്നത് സിൻഡിക്കേറ്റ് മെമ്പർ എന്നുള്ള ഇതിലെ പ്രവർത്തനവും ആ ബോധമൊക്കെ വെച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത്. ഞാൻ വ്യക്തിപരമായിട്ട് ഈ സഹ പാനലിസ്റ്റുകളെ ആരെയും പരാമർശിച്ചിട്ടില്ല. അത് വേണ്ടാന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഈ ചർച്ചയിൽ ഉയർന്നു വരുന്നത് തിരുത്തിയിട്ടില്ല.